നമസ്കാരം. ഓണപ്പരീക്ഷയായിട്ടും പാഠപുസ്തകം എവിടെ സഖാവേ? സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പാഠപുസ്തകം എത്താത്തതിനാൽ ഓണപ്പരീക്ഷ ഓണം കഴിഞ്ഞ് നടത്താമെന്ന് പറഞ്ഞ അബ്ദുൾ റബ്ബ് മന്ത്രി കളം ഒഴിഞ്ഞിട്ടും പാഠപുസ്തകം പിള്ളേർക്ക് കിട്ടുന്നില്ല. ഓണപ്പരീക്ഷ തുടങ്ങിയിട്ടും വടക്കൻ ജില്ലകളിലെ സ്കൂളുകളിൽ പുസ്തകം പൂർണ്ണമായും എത്തിയില്ല. 5 വർഷം സമരം ചെയ്യാത്ത KSUവും MSFും ഇത്തവണ തെരുവിലിറങ്ങി. കഴിഞ്ഞ തവണ സമരം ചെയ്തവർ മൗനം പാലിക്കുകയും ചെയ്യുന്നു. അതാണല്ലോ നമ്മുടെ രീതി. പതിവുകൾ ഒന്നും തെറ്റിക്കേണ്ട. പാഠം 3. വസന്തം വന്നപ്പോൾ പച്ചപ്പട്ടി വിരിച്ചതുപോലുള്ള പുല്ല്, അവക്കിടയിൽ കൊച്ചു കൊച്ചു പൂക്കൾ തലയുയർത്തി നിൽക്കുന്നു. ഇനി ആര്യ വായിക്കുക. എന്ത് പറ്റി ആര്യ? എന്താ വായിക്കാത്തെ? എനിക്ക് പുസ്തകം കിട്ടിയില്ല ടീച്ചർ. ഞങ്ങൾക്കും പുസ്തകം കിട്ടിയില്ല ടീച്ചർ. ആകെ കേരളത്തിൽ മൊത്തം 60,000 പുസ്തകങ്ങൾ വേണം എന്നുള്ളതാണ്. അത്ര ചെറിയ കുറവേ ഉള്ളൂ. അപ്പോൾ അതേതായാലും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാത്തതു കണ്ടു നടക്കണ കാഴ്ചക്കാരുടെ നാടാണ്. എഴുതാപ്പുറമെല്ലാം വായിച്ചാനന്ദിക്കണ നാടാണ്. ഇടവും പലവും തിരിയും നേരം പിടിയും വലിയും പതിവാണ്. നേരും നെറിയും പേരിത് പോലും കാണാനില്ലല്ലോ. വണ്ടിയിലോട്ടിടണോ? ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കണ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. പാഠപുസ്തകത്തിനെതിരായി സമരം ചെയ്തവർ ഇപ്പോൾ ഓഗസ്റ്റ് മാസം തീരാറായിട്ടും പാഠപുസ്തകം എല്ലായിടത്തും എത്തിയിട്ടില്ല. മന്ത്രി തന്നെ സമ്മതിച്ചു 64,000 പാഠപുസ്തകം. ജൂൺ മാസത്തിലാണ് പാഠപുസ്തകം എല്ലാം കൊടുത്തു തീർക്കേണ്ടത്. ജൂലൈയിലാണ് കഴിഞ്ഞ വർഷം ഇവർ സമരം ചെയ്തത്. കുറച്ച് സ്കൂളുകളിൽ പാഠപുസ്തകം കിട്ടിയിട്ടില്ല എന്ന് വളരെ ലേറ്റായിട്ടാണ് അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ തന്നെ ആ പുസ്തകങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ, സമരം ചെയ്ത കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ യുവാക്കളുടെ മനസ്സിലുണ്ട്, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇവിടെ സ്കൂൾ തുറന്നിട്ട് ഓണപ്പരീക്ഷയാകാൻ പോകുന്നു. എന്തുകൊണ്ട് പാഠപുസ്തകം കിട്ടുന്നില്ല? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ്സിൽ പോവാണ്. ആദ്യം പാഠപുസ്തകം കൊടുക്കട്ടെ, എന്നിട്ട് വേണ്ടേ പഠിപ്പിക്കാൻ. പാഠപുസ്തകം തന്നെ കിട്ടുന്നില്ല. 2, 3 അല്ലെങ്കിൽ 3, 4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ ഇപ്പോൾ KBPS ആ പുസ്തകം എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ സർക്കാർ ഇക്കാര്യം അറിയാൻ വൈകിയത് ശരിയായില്ല. എന്തായാലും അടുത്ത തവണയെങ്കിലും ഈ KSU MSF പിള്ളേർക്ക് ഇങ്ങനെ തെരുവിലിറങ്ങാൻ അവസരം നൽകരുത്. മന്ത്രി G. സുധാകരൻ അടിയുറച്ച കമ്മ്യൂണിസ്റ്റും മതേതരവാദിയുമാണ്. അഴിമതി വിരുദ്ധനായ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ദേവസ്വം വകുപ്പിന് സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെടുമെന്ന് കണ്ടാണ് പാർട്ടി വകുപ്പെടുത്ത് കഴിഞ്ഞ തവണ കടന്നപ്പള്ളിക്ക് നൽകിയത്. ഇത്തവണ വകുപ്പ് പൊതുമരാമത്താണെങ്കിലും നിലവിളക്കും രാമായണ പാരായണവും ഒക്കെ തന്നെയാണ് മന്ത്രിയുടെ ഇഷ്ടവിഷയം. ഒരു വലിയ ഗവൺമെൻറ് ചടങ്ങ് ഞാൻ പറയുന്നത്, അല്ലാതെ വീട്ടിൽ എൻ്റെ അമ്മ 87-ാമത്തെ വയസ്സിൽ നിലവിളക്ക് കൊടുക്കുന്ന ആളാണ്. ഞാനാ പറയുന്നത്. ഇപ്പോഴും അവർക്ക് ഇപ്പോഴും നല്ലപോലെ വായിക്കാനറിയാം. ഈ ചെറിയ അക്ഷരം പോലും വായിക്കും.
ഞാൻ കായംകുളത്ത് ആദ്യമല്ല മത്സരിച്ച് ജയിച്ചപ്പോൾ മത്സരിക്കുന്ന സമയത്ത് അമ്മ ഓച്ചറ പോയി. എൻ്റെ വീട് തന്നെ കുറച്ച് കിഴക്ക് വശത്താണ്. അവരെ ഒരു കിണ്ടിക്കകത്ത് വെള്ളമൊക്കെ എൻ്റെ തലയിലെല്ലാം തളിച്ചു. ആ കായംകുളം പാർട്ടി വിഷയം ഞാനത് സ്വീകരിച്ചല്ലോ. അമ്മയുടെ വിചാരം അമ്മ വെള്ളം തളിച്ചോണ്ട് ജയിച്ചിട്ടാണ്. സർക്കാർ പരിപാടികളിൽ പ്രാർത്ഥനയും വിളക്ക് കൊളുത്തലും വേണ്ടെന്ന് മന്ത്രി പറഞ്ഞതിനർത്ഥം മുസ്ലിം ലീഗുകാരെ പോലെ നിലവിളക്ക് കൊളുത്തില്ല എന്നല്ല. കുമ്മനത്തിന് ആശ്വസിക്കാം. നമ്മൾ ഗവൺമെൻറ് ഭരണകൂടത്തിൽ ഇതൊന്നുമില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. ഇല്ല, ഭരണകൂടത്തിൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പോലെ കൊളുത്തത്തില്ലെന്നാണ്. ഞാൻ രണ്ടിടത്ത് കൊടുത്തിട്ടാണ് പ്രസംഗിച്ചത്. 2 ചടങ്ങ് ഞാൻ കൊടുത്തിട്ടാണ് പ്രസംഗിച്ചത്. പാർട്ടി മുഖപത്രമല്ല, മറ്റു പാർട്ടി പത്രങ്ങളാണ് മന്ത്രി ഈയിടെയായി അരിച്ചു പെറുക്കി വായിക്കുന്നത്. ജന്മഭൂമിയോട് ഒറ്റ അക്ഷരമില്ല എനിക്കെതിരായിട്ട് ഞാൻ നോക്കി. സാധാരണ അല്ല എഴുതുമല്ലോ. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ എന്തായിട്ടാണ് പറഞ്ഞേക്കുന്നത് നിങ്ങളതിനകത്ത്? കൃത്യമായിട്ട് ഞാൻ വായിക്കുന്നുണ്ടോ ഓർത്തോട്ടും. BJP-ക്കാരത് വായിക്കത്തില്ല, കോൺഗ്രസ്സുകാർ വീക്ഷണം വായിക്കുന്നത്, ഞാൻ വായിക്കുന്നുണ്ട്. സത്യം പറയുന്നത് അവർ ദേശാഭിമാനി ആദ്യമായിട്ട് വായിക്കുന്നത്. ഓഫീസ് സമയത്ത് പൂക്കളം വേണ്ട, സർക്കാർ പരിപാടികളിൽ വിളക്ക് വേണ്ട. ഈ സർക്കാർ എല്ലാം ശരിയാക്കിയേ അടങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരിയായി അല്ലേ പറഞ്ഞു? ജോലി സമയത്ത് അത്തപ്പോൾ പറഞ്ഞു പിണറായി വിജയൻ അത്തപ്പോടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടു ആ പ്രസംഗം. നമുക്ക് അത്തപ്പോ ഇടാറുണ്ട്, നമുക്കിടാം. പക്ഷേ സെക്രട്ടറി അല്ലേ ജോലി സമയത്ത് ചെയ്തതെന്നേ പറഞ്ഞുള്ളൂ. അത് ശരിയല്ലേ? അതല്ല ജനങ്ങളുടെ അഭിപ്രായമല്ലേ? അതിനെന്താ എതിർക്കുന്നത്? അതിനെന്തിനാ ഏതെങ്കിലും പത്രങ്ങൾ വക്രീകരിക്കുന്നത്? പറയാൻ പാടില്ല. പണിമുടക്കും യൂണിയൻ പ്രവർത്തനവും ആകാമോ? പണിമുടക്കമെന്ന് ഞങ്ങൾ പറയും. അതും ഇതുമായിട്ട് ബന്ധമില്ല. പണിമുടക്ക് മൗലികാവകാശമാണ്. പണിമുടക്കുകയാണ് ലോകം നന്നായത്. ഇത് രണ്ടും രണ്ടാണ്. ഇത്രമാത്രം പണിമുടക്ക് നടന്നിട്ടും കേരളം നന്നായില്ലല്ലോ. എന്തായാലും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മന്ത്രിയുടെ ചങ്കൂറ്റത്തെ സമ്മതിക്കണം. ഇത് ആർക്കും ഒന്നും ഇത് പറയാൻ പറ്റത്തില്ല. അത് പറയുന്ന ചങ്കുറപ്പ് വേണം. എല്ലാവരും പറഞ്ഞു നോക്കാം, അപ്പം അറിയാം. കല്ലേറ് കിട്ടും, കല്ലേറ് ജോബ് കിട്ടും. ഇവൻ എവിടുന്നോ അടി കിട്ടിക്കാണ്. കിട്ടിയ ചാൻസ് കളയണ്ട. അടി ശരിക്കും കിട്ടിയല്ലേ? ബാർക്കോഴ കേസിൽ തുടരന്വേഷണം വന്നതോടെ KM മാണി എന്ന സുന്ദരി യൗവന യുക്ത അല്ലാതെയായി. CPIക്ക് പണ്ടേ കേരള കോൺഗ്രസ് അത്ര സൗന്ദര്യവതിയൊന്നുമല്ല. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണിയും എന്ന അവസ്ഥയാണെന്ന് KM മാണിയുടെ വിമർശനത്തിന് CPIയുടെ മറുപടി. മാണി പറഞ്ഞത് സുന്ദരിയായ ഒരു യുവതി വഴി നിന്ന് എല്ലാവരും നോക്കും എന്നാണ്. അത്തരം ഒരു യൗവനയുക്തയായ ഒരു യുവതിയൊന്നും അല്ല മാണിയുടെ പാർട്ടി. ഒരു തൈയിരിപ്പുണ്ടല്ലോ, തൈയെങ്കിൽ അതുകൊണ്ട് എല്ലാവരും നോക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അത് യാഥാർത്ഥ്യമായിട്ട് ബന്ധമുള്ള കാര്യം. CPIയെ പോലെ തങ്ങൾക്ക് കിട്ടിയ സീറ്റ് വിൽപ്പനച്ചരക്കാക്കി മാറ്റിയ CPI പോലുള്ള കളങ്കിത രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾക്ക് സാരോപദേശം തരേണ്ട കാര്യമില്ല. അതൊന്നും സാരമില്ല. അതൊന്നും CPI ഇങ്ങനെ ഈ വിമർശനങ്ങളൊന്നും കേട്ട് പതറുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. ഏതായാലും മാണി കളങ്കിതമായ പാർട്ടി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പം ആണ് എന്ന് തന്നെ തീരുമാനം ഇതുവരെ ആയിട്ടില്ലല്ലോ. കളങ്കിത രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ബാർക്കോഴ കേസിലെ തുടരന്വേഷണ തീരുമാനം വന്നതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള കോൺഗ്രസിനെയും KM മാണിയെയും രക്ഷിക്കാൻ പഴയ സഹപ്രവർത്തകനായ PC ജോർജിൻ്റെ 10 കൽപ്പനകൾ. PC ജോർജിനെ പോലെ KM മാണിയും ഇപ്പോൾ മുന്നണി നൂൽബന്ധമില്ലാതെ സ്വതന്ത്രനായതിനാൽ ജോർജിൻ്റെ നിർദ്ദേശങ്ങൾ തീർച്ചയായും പാർട്ടിയെ രക്ഷിക്കാനായിരിക്കും. ബഹുമാനപ്പെട്ട KM മാണി ബാർക്കോഴ കേസിൽ അഴിമതിക്കാരനാണ് തെളിഞ്ഞു കഴിഞ്ഞു. കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സംഘടന രക്ഷിക്കണം എന്ന് ഇനി ആഗ്രഹമുണ്ടെങ്കിൽ ജോസഫും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന റോഷി ഉൾപ്പെടെയുള്ള CF ഉൾപ്പെടെയുള്ള ജയരാജൻ ഉൾപ്പെടെയുള്ള MLA-മാർ KM മാണി ചെയർമാൻ സ്ഥാനം നീക്കണം. അതാണ് എൻ്റെ മര്യാദ. എന്നിട്ട് ഒരു പുതിയ ചെയർമാനെ സ്വീകരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ശക്തിപ്പെടുത്താനുള്ള നീക്കം നടത്തും. ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാണി സാർ സ്വയം ഒഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവിശ്വാസ പ്രമേയത്തിന് സാധ്യതയുള്ളൂ. പാർട്ടിയിൽ അവിശ്വാസത്തിന് സ്കോപ്പുണ്ടോ എന്ന് പാർട്ടി ഭരണഘടന അറിയാവുന്ന ജോർജ് വ്യക്തമാക്കണം. ഇത്രമാത്രം ഒരു അഴിമതിക്കാരെന്ന് കോടതിയിലൂടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ മാണി സ്വയം രാജിവെക്കേണ്ടതാണ്. പക്ഷെ അത് ചെയ്യില്ല അദ്ദേഹം.
ആ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇനി ചെയ്യാൻ കഴിയുന്നത് അവിശ്വാസത്തിലൂടെ മാണിയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ പ്രവർത്തകരെ പുറത്താക്കുക എന്ന് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ കേരള കോൺഗ്രസ് രക്ഷിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. മാണി സാർ MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്ന് PC ജോർജ് പറഞ്ഞു കളയും. അത് രാജിവെക്കണ്ട, അത് തന്നെ പൊക്കോളും. ജയിൽശിക്ഷ കിട്ടി കഴിയുമ്പോൾ പൊക്കോളുമല്ലോ, സ്വാഭാവികമായിട്ട് തന്നെ പൊക്കോളും. അത് നമ്മൾ കളയണ്ട, അത് തന്നെ പൊക്കോളും. കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതേയുള്ളൂ. പൂർത്തിയാവുന്നതുവരെ മാണി സാർ പ്രതിയല്ല, നിരപരാധിയുമാണ്. പക്ഷേ ജോർജിൻ്റെ കോടതി ശിക്ഷയും വിധിച്ചു കഴിഞ്ഞു. തെറ്റിന് മാതൃകാപരമായ ശിക്ഷ വേണം. ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ മുഴുവൻ ഇതുപോലെ കള്ളന്മാരാകും. ഒന്നുമില്ലാത്ത KM മാണി 10-20,000 കോടി രൂപയുടെ സ്വത്തിന് ഉടമയായെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് കണ്ടെത്തണ്ടേ? അത് കണ്ടെത്തി ആ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി സർക്കാരിലേക്ക് മുതൽ കൂട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ചോദിക്കട്ടെ, മാണിയെ മാത്രം നിങ്ങൾ ഇട്ടുണ്ട് വട്ടയിട്ട് ഇങ്ങനെ വേട്ടയാടുന്നത് എന്തിനാണ്? ഈ കഴിഞ്ഞ ഭരണകാലത്തുണ്ടായിരുന്ന എല്ലാ മന്ത്രിമാരും കൈക്കൂലി മേടിക്കാത്ത ഒരാൾ നിങ്ങൾക്ക് പറയാമോ? ഇത് ഏതാണ്ടൊക്കെ ഉദ്ദേശിച്ചാണ് പുള്ളിയെ സൂക്ഷിക്കണം. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ് വെള്ളാപ്പള്ളിയുടെ വിദ്യാഭ്യാസ ചിന്തകൾ. അവിടെ നിയമനം നടത്തട്ടെ, അഡ്മിഷൻ നടത്തട്ടെ. കോഴയുടെ തർക്കവും വേണ്ട. ഞങ്ങൾ കോഴയെ മേടിക്കില്ല, ഞങ്ങൾ കോഴയെ കൊടുക്കുന്നുമില്ല, മേടിക്കുന്നുമില്ല. കാശ് പണ കെട്ട് മണി